ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് സമാധാന ചർച്ചകൾക്ക് പുതിയൊരു വഴി തുറന്നുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ ഈ സമാധാന സന്ദേശത്തിനൊപ്പം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിബന്ധനകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിശക്തമായ മുന്നറിയിപ്പും സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നു. യുദ്ധമാർക്കും ഗുണകരമല്ലെന്നും സമാധാനത്തിന് ഇറാൻ സന്നദ്ധരാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. എന്നാൽ വെറുമൊരു വെടിനിർത്തലല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ചില ഉറപ്പുകളാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. പ്രധാനമായും 3 നിബന്ധനകളാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇറാന്റെ ഭൂപ്രദേശത്തിന്മേലുള്ള പൂർണ്ണ പരമാധികാരം അമേരിക്കയും ഇസ്രയേലും അംഗീകരിക്കണം. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതും സൈനികമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതും അവസാനിപ്പിക്കണം. നിലവിലെ സംഘർഷങ്ങൾ മൂലമുണ്ടായ സാമ്പത്തികവും ഭൗതികമായ നാശനഷ്ടങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ഇറാൻ ആവശ്യപ്പെടുന്നു. ഉപരോധങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചയും സൈനിക ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഭാവിയിൽ സമാനമായ ആക്രമണങ്ങളോ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളോ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികൾ ഉറപ്പു നൽകണം. റഷ്യയിലെയും പാകിസ്ഥാനിലെയും ഉന്നത നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകളിലും താൻ ഇതേ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാനത്തിന് തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ അത് ഇറാന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടാവില്ലെന്നുമാണ് ടെഹ്റാൻ നൽകുന്ന സന്ദേശം. ഇറാൻ